പ്രതാപവർമ്മ തട്ടിത്തെറിപ്പിച്ച പാത്രത്തിന്റെ ചില്ലുപാളികൾ പെറുക്കിയെടുക്കുന്ന നന്ദന. ഭാഗീരഥി തമ്പുരാട്ടി മകൾ വിദ്യാഭാരതിയെ ശകാരിക്കുന്നു. അമ്മയോ? എന്നെ അങ്ങനെ വിളിക്കാൻ എന്ത് അർഹതയാണ് നിനക്കുള്ളത്? സ്വന്തം ചോരയെ മകളായി അംഗീകരിക്കാത്തവൾക്ക് എന്തിനാ ഒരു അമ്മ? വിദ്യാഭാരതിയുടെ അടുത്തെത്തുന്ന നന്ദന. അറിയാതെ ചെയ്തു പോയതാ, ക്ഷമിക്കണം. വഴിയോരത്ത് അമ്പിളിയുമായി സംസാരിക്കുന്ന രഞ്ജിത്ത്. അവിടെ എത്തുന്ന രഘുവരൻ. ഇങ്ങനെയൊന്നും അല്ല ഞാൻ അമ്പിളിയെ കുറിച്ച് കരുതിയിരുന്നത്. സുമിത്ര ചേച്ചി അറിഞ്ഞ എന്തായിരിക്കും ഓർത്തോ നീ? അമ്പിളി അമ്മയെ കുറ്റപ്പെടുത്തുന്നു. ഇവിടുത്തെ ആവശ്യത്തിനായി ഞങ്ങളുടെ അച്ഛൻ കരുതി വെച്ച പണം അത്. അമ്മ അതെന്തിനാ മറ്റുള്ളവർക്ക് കൊടുത്തത്? ബിസിനസിനെ കുറിച്ച് ശേഖരനോട് സംസാരിക്കുന്ന രഘുവരൻ. ഈ ടെക്സ്റ്റൈൽസ് ഒന്ന് വിപുലപ്പെടുത്തുന്ന കാര്യമാണ്. അതിനോട് ചേർന്നൊരു സ്റ്റിച്ചിങ് സെന്ററോടെ തുടങ്ങിയാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ എത്തുന്ന സുമിത്രയും മനീഷും. ശേഖരേട്ടൻ മറ്റൊന്നും വിചാരിക്കരുത്. ആ 5 ലക്ഷം രൂപയുടെ കാര്യം വീട്ടില് പിള്ളേര് പറഞ്ഞു. ഇനി തുടർന്ന് കാണുക. ഉള്ളത് പറയാലോ. കുട്ടികളുടെ മുമ്പില് എനിക്കൊരു മറുപടി ഇല്ലാതായി. അമ്പിളിക്കായിരിക്കും കൂടുതൽ പ്രശ്നം. അച്ഛനെ തല്ലൂന്ന് പറഞ്ഞവളല്ലേ? അമ്മ ഇപ്പൊ പറഞ്ഞത് അമ്പിളിയുടെ മാത്രം അഭിപ്രായമല്ല. ശേഖരേട്ടനെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, അങ്ങനെ കരുതേം വേണ്ട. വേറെ വഴിയില്ലാത്തോണ്ടാ. അതെന്തെങ്കിലും ആവട്ടെ, നീ ഒരു ആവശ്യത്തിന് സഹായിച്ചു, തിരിച്ചറിയാൻ ഞാൻ ബാധ്യസ്ഥരുവാ. പ്രശ്നം അതല്ല, കാശിന് കാശിന് വേണ്ടേ. ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങള്. ഇപ്പോഴെന്നല്ല, അടുത്ത സമയത്തൊന്നും തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കച്ചവടത്തിൽ നിന്ന് ഓരോ ദിവസം ഒരു ചെറിയ എമൗണ്ട് വീതം മാറ്റിവെക്കാമല്ലോ. ഏതായാലും ഒരു ബിസിനസ് അല്ലേ. എന്തോന്ന് ബിസിനസ്? അത്രയും പണം മുടക്കിയത് അബദ്ധമായി എന്നുള്ളതാ സത്യം. പറയുമ്പോ മുഷ്ടിൽ തോന്നരുത്. തന്നത് സുമിത്രയുടെ കൈ കൊണ്ടാണെങ്കിലും പൈസ മറ്റവളുടേതല്ലേ, നന്ദനയുടെ. ആ പണം ആവശ്യത്തിന് ഉപകരിക്കരുതെന്ന് അവൾ മനസ്സുകൊണ്ട് ശപിച്ചിട്ടുണ്ടാവാം. തുണിക്കടയിൽ ഒട്ടും കച്ചവടമില്ല. ഞാൻ നിങ്ങളുടെ കടക്കാരനുമായി. കടക്കാരനോ? അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. എന്തൊക്കെ പറഞ്ഞാലും നിനക്കിവിടെ വന്ന് ആ കാര്യം സംസാരിക്കേണ്ടി വന്നല്ലോ. വേറെ പോകുംവഴി കാണാഞ്ഞിട്ടാ. സമ്മതിച്ചു സുമിത്രേ. പൈസ ചോദിച്ചുകൊണ്ട് നീ ഇങ്ങോട്ട് വരുന്നത് സുധയ്ക്ക് വിഷമാവും. വിഷമം മാത്രമല്ല, നാണക്കേടുവാ. രഘുവരൻ ഇവിടെ ഉണ്ടെന്ന് ഓർക്കണം. ദേ, ഞാൻ പൈസ പനയ്ക്കൽ കൊണ്ടുവന്ന് നിന്റെ കൈ തന്നിരിക്കും. എപ്പോ? അത്രയ്ക്ക് അത്യാവശ്യമായോണ്ടാ അമ്മാവനെ കാണാൻ വന്നത്. എന്ന് കരുതി ഇല്ലാത്ത പൈസ നിന്നിപ്പിൽ ഉണ്ടാക്കാൻ പറ്റുമോ? അമ്മാവന്റെ ആവശ്യത്തിന് അങ്ങോട്ട് തരാൻ പൈസ ഉണ്ടായി. തിരിച്ചു തരുമെന്ന് വിശ്വസിച്ചാ അമ്മ അങ്ങനെ ചെയ്തത്. അപ്പോ ഞാൻ തിരിച്ചു തരില്ലാന്ന്, ഞാനൊരു കള്ളനാന്ന് സുമിത്ര കേട്ടല്ലോ നിന്റെ മോൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. അമ്മാവൻ എന്തിനാ ദേഷ്യപ്പെടുന്നത്? തരാനുള്ള പണം ചോദിച്ചല്ലേ ഉള്ളൂ. ആർക്ക് തരാനുള്ള പണം? അനന്തരവനും ഞാനായിട്ട് ഒരു പണമിടപാടുമില്ല. ഞാൻ എന്റെ പെങ്ങളോടാ കടം മേടിച്ചത്. ആ പെങ്ങളുടെ മോനാ ഞാൻ. അമ്മയ്ക്ക് വേണ്ടി ചോദിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. തന്നെയല്ല, അതെന്റെ അച്ഛന്റെ പൈസയാ. നിന്റെ മോൻ വലിയ ആളായി പോയല്ലോ സുമിത്രേ. കൊള്ളാം. അതോ നീയെല്ലാം നേരത്തെ പറഞ്ഞ് ചട്ടം കെട്ടിക്കൊണ്ടുവന്നതാണോ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മനുഷ്യന് കാര്യവിവരമായില്ലേ ശേഖരേട്ട? അവനൊരു ആൺകുട്ടിയല്ലേ? അങ്ങനെ ഇപ്പൊ കാര്യങ്ങൾ പിടികിട്ടി. എന്നാലേ നീയോ നിന്റെ മക്കളോ അധ്വാനിച്ച പൈസ അല്ലത്. അളിയൻ മരിച്ച വകയെ കിട്ടിയൊരു പാരിതോഷികമാ. ശിവരാമേട്ടൻ പോളീസ് തുക മുടങ്ങാതെ അടച്ചിട്ടല്ലേ അത് കിട്ടിയത്? പക്ഷെ നോമിനി ആരായിരുന്നു? നന്ദന. എന്തുകൊണ്ട് നിന്റെയോ ഇവന്റെയോ പേര് അളിയൻ കൊടുത്തില്ല? അപ്പോ അധികം ചർച്ച ചെയ്ത് മുന്നോട്ട് കയറണ്ട. എനിക്കും പലതും പറയാൻ കാണും. പൈസ ഞാൻ തരും കയ്യിലുണ്ടാവുമ്പോ. അതുവരെ അനന്തരവനൊന്ന് അടങ്ങ്. പിന്നൊരു കാര്യം, പെട്ടെന്നൊരാവശ്യം കുടുംബത്തിൽ വന്നാ ഓടിയെത്താൻ ശേഖരമാമനെ ഉള്ളൂ നോർക്കണം. മോനെ വെറും പയ്യനാ.
ശേഖരേട്ടാ, പിണങ്ങി പോവല്ല, നിങ്ങളിരിക്കേ. ആ, ചോറുണ്ടിട്ട് പോയാൽ മതി കേട്ടോ. എനിക്കറിയായിരുന്നു അനിൽ ഇറങ്ങി വരുന്നു. വേണ്ടാട്ടോ, കഴിഞ്ഞ ദിവസം രാത്രി അമ്പിളി കണ്ടതാ. എന്നിട്ട് ഞാനൊന്നും വിട്ടു പറഞ്ഞില്ല. അമ്മ അറിഞ്ഞ പ്രശ്നാ. എന്നായാലും അറിയും, പ്രശ്നമാവും ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? എനിക്കറിഞ്ഞൂടാ. അറിയണം. ഒരു ദിവസം ഞാൻ അനിലയെ വിളിക്കും. അന്ന് എന്റെ കൂടെ ഇറങ്ങി വരണം. അയ്യോ, ഞാൻ വീട്ടുകാരുടെ സമ്മതത്തോടെ ഒരിക്കലും തനിക്ക് എന്റെ കൂടെ ഇറങ്ങി വരാൻ കഴിയില്ല. കാരണം ഞാൻ നിങ്ങളുടെ ജാതിയല്ല. മരപ്പണിക്കാരനല്ലേ. ഒരു ആശാരിപ്പയ്യന്റെ കൂടെ മോളെ വിടൂ നിങ്ങളുടെ അമ്മ? അതുപോട്ടെ. എന്നെപ്പറ്റി അനിലേക്ക് കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടോ? ഇല്ല. അനിലയുടെ അച്ഛന്റെ കൂടെ ജോലി ചെയ്തിരുന്നപ്പോ എനിക്ക് ഇങ്ങോട്ട് വരാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ നമ്മൾ തമ്മിൽ ആദ്യം കണ്ടത്. ഞാനിപ്പോ മറ്റൊരു കോൺട്രാക്ടറുടെ കൂടെയാ. കനാലിനപ്പുറമുള്ള വലിയ ഷെഡില്ലേ, അവിടെയപ്പോ താമസം. വേറെയും പണിക്കാരൊക്കെ ഉണ്ട്. പകുതിയും ബംഗാളികളാ. അനിലെ കാണാൻ ഞാൻ വന്നത് ഇയാളുടെ വർത്തമാനം കേൾക്കാൻ കൂടിയാ. എന്നിട്ടിപ്പോ ഞാൻ മാത്രം സംസാരിക്കുന്നു. എന്താ ഒന്നും മിണ്ടാത്തെ? ഒന്നും പറയാനില്ല എന്നോട്? ഞാൻ പോവാ. ശരിക്കൊന്ന് കാണുന്നതിന് മുമ്പ് പോയാലോ? ആരെങ്കിലും കാണും, എനിക്ക് പേടിയാ. എങ്കിൽ രാത്രി മുറ്റത്തേക്ക് ഇറങ്ങി വന്നാ മതി. ആരും കാണുന്നു പേടിക്കണ്ടല്ലോ. ഞാൻ കാത്തു നിൽക്കാം. വരൂ. അയ്യോ, ഇനി അതിന് ഞാനില്ല. എന്നാ ശരി, ഞാൻ പോകുന്നേ. അനിലെ, ചേച്ചി ഇതെവിടെ പോയതാ? ആടിന് തീറ്റ ഉണ്ടോ നോക്കാൻ പോയതാ. അനിലേച്ചിയോ? നന്നായി. എന്നിട്ട് എവിടെ ആടിനുള്ള തീറ്റ? അത് പിന്നെ ഞാൻ. ആരോടാ ചേച്ചി സംസാരിച്ചോണ്ടിരുന്നേ? ഞാനോ? എപ്പോ? ആക്ടിംഗ് ഒന്നും വേണ്ട, ഞാൻ കണ്ടു. ആരായിരുന്നു അത്? അതൊരു പരിചയക്കാരൻ അമ്പിളി. വഴി ചോദിച്ചതാ. നമ്മുടെ പറമ്പിക്കേറി വന്നിട്ടാണോ വഴി ചോദിക്കുന്നേ? അതത്ര ശരിയായ വഴിയല്ലല്ലോ. സത്യം പറയണം, അന്ന് രാത്രി വന്നത് അയാളല്ലേ? ആരാത്? പറയാൻ. അച്ഛന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആളാ. അനിലേച്ചി എന്ത് ഭാവിച്ചിട്ടാ? അമ്മ കണ്ട കൊന്നുകളയും, അറിയാലോ. അച്ഛനില്ലാത്ത കുടുംബ നമ്മുടേത്. എന്തെങ്കിലും ദുഷ്പേരുണ്ടായാല് ദേ, ഇന്നത്തോടെ നിർത്തിക്കോണേ ഇതെല്ലാം. നീ എന്നെ പേടിപ്പിക്കാണോ? പേടിക്കണം ചേച്ചി, എന്നെയല്ല. നമ്മൾ പെൺകുട്ടികൾക്ക് പല കാര്യങ്ങളിലും പേടി വേണം. നീ നിന്റെ കാര്യം നോക്ക്, എന്നെ ഭരിക്കാൻ വരണ്ട. ഒരു ഉപദേശം വന്നിരിക്കുന്നു. നമസ്കാരം. ആരാ? ഞാൻ കുറച്ച് അകലെന്നാ, മണക്കാടെന്ന് പറയും. പേര് ഹരിപ്രസാദ്. മുമ്പൊരിക്കൽ ഞാനിവിടെ വന്നിട്ടുണ്ട്.
നന്ദനയുടെ ഇപ്പൊ വന്നത് എന്തിനാണെന്ന് പറയൂ. എനിക്ക് നന്ദനെ ഒന്ന് കാണണം. നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ്? ആരാ രഘുനാഥ? നന്ദനെ കാണാമെന്നത്രേ. ഓ, ഞാൻ മനസ്സിലായി. രഘുനാഥന് പിടികിട്ടിയില്ലേ? ഇതാണ് മറ്റേ രവിപ്രസാദ്. രവിപ്രസാദ് അല്ല, ഹരിപ്രസാദ്. ഓക്കെ 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 ഓക്കെ, എല്ലാം ഒന്ന് തന്നെ. നന്ദന ഇങ്ങോട്ട് വന്നതിന് ശേഷം വിശേഷങ്ങളൊന്നും അറിഞ്ഞില്ല. ഒന്ന് കാണാനും അന്വേഷിക്കാനും വിചാരിച്ചു. അത് നന്നായി. അവിടുന്ന് ആരും ഇങ്ങോട്ട് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇന്ന് രാവിലെ ചർച്ച ചെയ്തേ ഉള്ളൂ, അല്ലേ രഘുനാഥ? നന്ദനെ ഒന്ന് വിളിച്ചാൽ? വിളിക്കാലോ. അതിനു മുമ്പ് നമുക്ക് അങ്ങോട്ട് ഇരുന്ന് സംസാരിക്കാം. ഓ, അളിയന്റെ ഒരു മറവി. വാകൂട്ടാ, പോടാ. ഇരിക്കടോ, ഇരിക്കോ, ഇരിക്കടോ. അപ്പോ കുടിക്കാൻ എന്താ? ചായ, കാപ്പി? ഒന്നും വേണ്ട, താങ്ക്സ്. ആ, ഹരിപ്രസാദ് വർക്ക് ചെയ്യുന്നുണ്ടോ? KSEB ജോലി. ഓ, കറണ്ട് ചാർജ് വീണ്ടും കൂട്ടിയേക്കുന്നു പത്രത്തിൽ വായിച്ചു. കൂട്ടുവോ? അറിയില്ല, അതൊക്കെ ബോർഡിന്റെ തലപ്പത്തിരിക്കുന്നവരാണല്ലോ തീരുമാനിക്കുന്നത്. കറക്റ്റ്. അത് നന്ദനെ കണ്ടിട്ട് എനിക്ക് മടങ്ങിപ്പോണം. ടാക്സിയിലാ വന്നത്. ഓ, അക്കാര്യം അങ്ങോട്ട് മറന്നു. അപ്പോഴേ, ആ കുട്ടി താമസിച്ചിരുന്ന വീട്ടില് ആർക്കെങ്കിലും അസുഖോ ആക്സിഡന്റോ അങ്ങനെ വല്ലതും? ഇല്ല. അല്ല, ഈ ടാക്സി ഒക്കെ പിടിച്ച് ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വന്നോണ്ട് ചോദിച്ചേ ഉള്ളൂ കേട്ടോ. അവളുടെ വിശേഷങ്ങൾ അറിയാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് ഇവര് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചിട്ട് ഇതുവരെ മറുപടി ഒന്നും പറഞ്ഞില്ല. ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗത്തിന് പുറമെ വാർഡ് മെമ്പർ, കൗൺസിലർ അങ്ങനെ വല്ല ദൗത്യവും ഉണ്ടോ ഹരിപ്രസാദിന്? മനസ്സിലായില്ല. അല്ല, ഒരു വീട്ടിലെ കാര്യങ്ങൾ മാത്രമേ അന്വേഷിക്കാറുള്ളൂ, അതോ ബാക്കി എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യാറുണ്ടോ? എന്ത് ധൈര്യത്തിലാ നീ ഇങ്ങോട്ട് ഇടിച്ചു കയറി വന്നത്? ചോദിക്കാനും പറയാനും ഇവിടെ ആണുങ്ങളാരില്ലെന്ന് വിചാരിച്ചോ? നിങ്ങളുടെ അമ്മയെയും സേതുലക്ഷ്മിയും മാത്രമല്ലേ ഹരിപ്രസാദ് കണ്ടിട്ടുള്ളൂ? ഇയാളുടെ നമ്പറിൽ അവർ വീണില്ലേ? അപ്പൊ കേറി വരാൻ ധൈര്യമായി. നന്ദനയെ സന്ദർശിക്കാൻ വന്നതാണ് പോലും. അവളെ കൈയോടെ വിളിച്ചോണ്ട് പോകാൻ ഉദ്ദേശമുണ്ടോ? എങ്കിലേ പെണ്ണിനെ ഇങ്ങോട്ട് വിളിക്കാം, കൊണ്ടുപോയിക്കോ. അല്ലാതെ കണ്ട് കുശലം പറയാനാണെങ്കിലേ അത് സാധ്യമല്ല. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഒന്ന് കാണാതെ എങ്ങനെയാ പോകുന്നേ? ഞങ്ങൾ ക്ഷണിച്ചോ ഇയാളെ ഇങ്ങോട്ട്? നിന്ന് ചവിട്ടിട്ടേക്കാതെ പോകാൻ നോക്കണം. അല്ല ചേട്ടന്മാരെ, നമ്മളൊക്കെ ആണുങ്ങളല്ലേ, ഒരു വിട്ടുവീഴ്ച. മലയാളത്തിൽ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ഇത് കോവിലക. ഇവിടുത്തെ തമ്പുരാക്കന്മാരെ നിനക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. വന്നതുപോലെ തന്നെ വീട്ടിലെത്തണമെന്നുണ്ടെങ്കിൽ നേരത്തെ സ്ഥലം വിടാൻ നോക്ക്. സോറി, തമ്പുരാക്കന്മാരെന്ന് കേട്ടപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. മനസ്സിലായല്ലോ. ഇത് പക്ഷേ വളരെ ചീപ്പായി പോയി. എന്താ? ശരിക്കും നിങ്ങള് കോവിലത്തെ മെമ്പേഴ്സ് തന്നെയാണോ? വേണ്ട ഏട്ടാ, ഞാനൊരു വഴക്കിന് വന്നതല്ല. നിങ്ങളുടെ സംസ്കാരത്തിലേക്ക് താഴാനും പ്രയാസമുണ്ട്. നന്ദനെ ജസ്റ്റ് ഒന്ന് കാണണമെന്ന് വിചാരിച്ചു. നിങ്ങൾ സമ്മതിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാ? പക്ഷെ ഒരു കാര്യം, കാണണമെന്ന് തീരുമാനിച്ച ഞാൻ അയാളെ കണ്ടിട്ടേ പോകൂ. ഒരു തമ്പുരാനും ഒരു ചുക്കും ചെയ്യില്ല. പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു ഉടക്കിനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. പിന്നെ കാണാം. ഓക്കെ? മോളെ, നാട്ടിൽ നിന്ന് ഹരിപ്രസാദ് വന്നിട്ടുണ്ടോ മോളെ കാണാൻ? സത്യം. എന്നിട്ട് എവിടെ? അപ്പുറത്തുണ്ട്. പക്ഷേ കുഞ്ഞെ, കാണാൻ സാധിക്കില്ലെന്ന വാശിയിലിരിക്കുക പ്രതാപവർമ്മ. അറിയാവല്ലോ പുള്ളിക്കാരന്റെ സ്വഭാവം. ഒരു ക്രോസ് വിസ്താരം കഴിഞ്ഞു.
കാണാൻ പറ്റില്ലെന്നാ ഇപ്പോഴും പറയുന്നത്. ഹരിപ്രസാദ് തിരിച്ചു പോകാൻ തുടങ്ങാണെന്ന് തോന്നുന്നു. ഭാസ്കരമ്മാവാ, മോക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ അയാളോട് വെയിറ്റ് ചെയ്യാൻ പറയാം. എനിക്കൊന്ന് കാണണം. പ്രതാപവർമ്മയുടെ കണ്ണ് വെട്ടിച്ച് കാണാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മോള് റെഡിയായിട്ട് നിന്നു. ഞാൻ ചെന്ന് പുള്ളിയോട് കാത്തു നിൽക്കാൻ പറയാം. മുത്തശ്ശി, എന്താ മോളെ? നാട്ടിൽ നിന്ന് ഒരാൾ എന്നെ കാണാൻ വന്നിട്ടുണ്ട്. ആര്? ആദ്യം ഇവിടെ വന്ന് എന്റെ കാര്യം പറഞ്ഞില്ലേ, ഹരിപ്രസാദ്. ആ താടി വെച്ച ചെറുപ്പക്കാരൻ. പക്ഷേ കാണാൻ അനുവദിക്കില്ലെന്നാ പറഞ്ഞേ. ആര്? പ്രതാപവർമ്മയായിരിക്കും. മോൾ അതൊന്നും വകവയ്ക്കണ്ട. അയാൾ അങ്ങനെ പലതും പറയും. ഞാനൊന്ന് പോയി കണ്ടോട്ടെ. മോള് ധൈര്യമായിട്ട് ചെല്ല്, ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. ചെല്ല്. മുഷിഞ്ഞ് സംസാരിച്ച് ഇവിടെയുള്ളവർ അല്ലേ? ഏയ്, അവരൊക്കെ നല്ല ക്യാരക്ടേഴ്സാ. ഓരോന്ന് പറഞ്ഞ് സമയം പോയതറിഞ്ഞില്ല. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. നന്ദനയുടെ സുഖവിവരങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. തനിക്കിവിടെ സുഖമാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, മറിച്ച് പനക്കലെ ജീവിതത്തിൻ്റെ ഒരു തുടർച്ചയാണെന്ന് ചോദിക്കാനാണ് തോന്നുന്നത്. അവിടെ ഞാനൊരു അധികപ്പറ്റായിരുന്നു എന്നറിയാലോ. ഇവിടെ അധികപ്പറ്റിനും അപ്പുറത്താ എനിക്കുള്ള സ്ഥാനം. എന്റെ ജാതകവിശേഷത്തിന്റെ കാര്യം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അന്ന് ഹരിയേട്ടൻ പറഞ്ഞ എന്താന്ന് ഓർക്കുന്നോ? ആ ജാതകം കത്തിച്ചു കളയാൻ. ഒരു ജാതകം കത്തിച്ചു കളഞ്ഞാലും അതിലെഴുതിയിരിക്കുന്നൊക്കെ അനുഭവിച്ചല്ലേ പറ്റൂ. സുഖമായിരിക്കുന്നു, പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറയണമെന്ന് ഉദ്ദേശിച്ച് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഈ മുഖത്ത് നോക്കി കള്ളം പറയാൻ തോന്നുന്നില്ല. കാലവും സമയവും തെറ്റി ക്ഷണിക്കപ്പെടാതെ വന്നു കയറിയ ഒരു അതിഥി, അതാ എനിക്കിവിടുത്തെ സ്ഥാനം. നന്ദനയുടെ അമ്മ അവരെങ്ങനെ? കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കൾ ഈ ജന്മത്തിലെ മക്കളായി വന്ന് ജനിക്കുമെന്ന് പറയാറില്ലേ? എന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ അത് വളരെ ശരിയാ. ഒരർത്ഥത്തിൽ ഭാഗ്യമുണ്ട് എനിക്ക്. അമ്മമാർ രണ്ടല്ലേ, പ്രസവിക്കാനൊരമ്മ, വളർത്താനൊരമ്മ. പക്ഷേ രണ്ടുപേർക്കും കഴിഞ്ഞ ജന്മത്തിലും ഈ ജന്മത്തിലും ശത്രുവായി ഞാൻ. അവരുടെ ഭർത്താവോ? ഒരു മനുഷ്യജന്മമായി എന്നെ ഇവിടെ പരിഗണിക്കുന്നത് മുത്തശ്ശി മാത്ര. ഒരമ്മാവന്റെ ഭാര്യയുണ്ട്. വെളുപ്പോ കറുപ്പോ ആ മനസ്സെന്ന് ഇനിയും വ്യക്തമല്ല. പിന്നെ ജോലിക്കാരിയും ഭാസ്കരമ്മാവനും.
അവർക്കൊക്കെ സഹതപിക്കാനല്ലേ കഴിയൂ. സേതുലക്ഷ്മി മാഡം ഇല്ലേ? യാത്രയില്ല. തന്നെ ഇവിടെ എത്തിക്കാൻ മുൻകൈ എടുത്തത് ഞാനാണ്. അത് അബദ്ധമായി പോയോ? അന്നേ ഞാൻ പറഞ്ഞതാ വേണ്ടെന്ന്. അതിന് എന്റേതായ കാരണങ്ങളും ഉണ്ടായിരുന്നു. തന്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആവുമെന്ന് ഞാൻ കരുതിയത്. ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഒരു സോറി പറഞ്ഞാൽ തീരുന്ന എല്ലാ കാര്യങ്ങളും അറിയാം. അല്ലെങ്കിലും സോറി പറയുന്നത് ഒരർത്ഥത്തിൽ ഒഴിഞ്ഞുമാറലാണ്. തന്റെ കാര്യത്തിൽ അതെനിക്ക് പറ്റില്ല. വിശേഷപ്പെട്ട ജന്മ എന്റേത്. ഹരിയേട്ടൻ പറഞ്ഞതുപോലെ പനക്കിലെ ജീവിതത്തിന്റെ തുടർച്ച. അങ്ങനെ കരുതിയ പ്രശ്നം തീർന്നു. സ്വയം നോവിക്കുകയാണ് താൻ. കേട്ടു നിൽക്കുന്നവരുടെ മനസ്സിനെ ആ നോവിന്റെ മുള്ളുകൾ വല്ലാതെ മുറിപ്പെടുത്തുന്നുണ്ട്. വരുന്നോ എന്റെ കൂടെ? ഈ നിമിഷം ഞാൻ കൊണ്ടുപോകാം. മറ്റൊന്നും പ്രശ്നമല്ല. ഞാൻ കാര്യമായിട്ടാ പറയുന്നത്. പോകാം നമുക്ക്. 100 വട്ടം സമ്മതമാ. പക്ഷേ അതൊരു പഴയ കഥയുടെ ആവർത്തനാവും. ഉദയനെ ഒരേ ഒരു പെൺകുട്ടി 24 വർഷം മുമ്പ് കാണിച്ച അവിവേകത്തിന്റെ ആവർത്തനം. അന്നത്തെ ആ പ്രവൃത്തിയുടെ ഇരയായ ഞാൻ തന്നെ വീണ്ടും. നന്ദന, സാരമില്ല. അമ്പിളിയെ കാണാറുണ്ടോ? കാണാറുണ്ട്. ചിലപ്പോ ഇവിടെ വന്ന് തന്റെ കാര്യം അന്വേഷിക്കണമെന്ന് പറഞ്ഞു. എനിക്കിവിടെ സുഖാണെന്നേ അവളോട് പറയാവൂ. പാവം, സമാധാനായിക്കോട്ടെ. അല്ലെങ്കിലും എനിക്കിവിടെ സുഖാണല്ലോ. ഭക്ഷണമുണ്ട്, കിടക്കാൻ ഇടമുണ്ട്. അത്രയൊക്കെ പോരെ. മുത്തശ്ശി അന്വേഷിക്കുന്നുണ്ടാവും. പോട്ടെ. ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ, അത്രേ ആവട്ടെ.